1 ലക്ഷം കുട്ടികളെയാണ് ആവറേജ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എല്ലാ വർഷവും കാണാതാവുന്നത്. മിസ്സിംഗ് കേസുകൾ ആർക്കും ഗൂഗിൾ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അതായത് ഈ കുട്ടികളൊക്കെ എവിടെയാണ് പോകുന്നത്? നമ്മുടെ ഈ കുട്ടികളൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ടൂറൊന്നും പോകുന്നതല്ല. കുട്ടികളെ ഞാൻ ആദ്യം മനസ്സിലാക്കി വെച്ചിരുന്നത് കുട്ടികളെ ഈ ഡ്രഗ് മാഫിയ, അതുപോലെ തന്നെ അവയവകടത്ത് മാഫിയ, അതുപോലെ ലബോറട്ടറി ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടി ഇന്റർനാഷണൽ മാഫിയയുടെ ഇത് പ്രകാരം നമ്മുടെ നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കരുതിയത്. പക്ഷെ അതിലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ റിപ്പോർട്ടുകളിൽ നിന്ന് പുറത്തു വരുന്നത്. നമ്മുടെ നാട്ടിലെ പ്രമുഖ ബർഗർ ബ്രാൻഡുകളിൽ നിന്ന്, വേൾഡിലുള്ള റിനൗൺ ആയിട്ടുള്ള ബർഗർ ബ്രാൻഡുകളിൽ നിന്ന് ഹ്യൂമൻ DNA ട്രേസസ് ആർ ഫൗണ്ട്. പല ഭാഗത്തും ലബോറട്ടറി ടെസ്റ്റുകൾ നടന്നതിൽ ഫൗണ്ട് ചെയ്തു. പക്ഷെ അവർ പറയുന്നത് അത് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വന്ന മിസ്റ്റേക്ക് പ്രകാരം നഖത്തിൽ നിന്നോ സ്കിന്നിൽ നിന്നോ മുടിയിൽ നിന്നൊക്കെ ആകാമെന്നാണ് അവർ വാദിക്കുന്നത്. അതെന്തോ ആട്ടെ, നമ്മുടെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മുടെ മെക്ഡൊണാൾഡ്സ് എടുത്തോ. ഈ മെക്ഡൊണാൾഡ്സ് അവരുടെ വേൾഡിൽ മൊത്തമായിട്ട് അവർ സർവേ ചെയ്യുന്നത്, ഒരു ദിവസം അവർ സർവേ ചെയ്യുന്നത് ഏകദേശം 69 മില്യൺ ആൾക്കാരെയാണ്. ഓക്കെ, ഇതിന് വേണ്ട അത്രയും ബീഫോ അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന അത്രയും പോർക്കോ ചെയ്യേണ്ട സ്ലോട്ടർ ഹൗസുകൾ അവരുടെ കയ്യിലില്ല. അതാണ് യാഥാർത്ഥ്യം. അവരുടെ ഈ പറഞ്ഞ 69 മില്യൺ കസ്റ്റമേഴ്സിനെ അവർ ഒരു ദിവസം സർവേ ചെയ്യണമെങ്കിൽ ആ ഒരു ദിവസം അത്രയും റോ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ബീഫ് പാറ്റീസ് അല്ലെങ്കിൽ മറ്റുള്ള പാറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സ്ലോട്ടർ ഹൗസുകളോ സംവിധാനങ്ങളോ അവരുടെ കയ്യിലില്ല. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ, നമ്മുടെ നാട്ടിനെ പറ്റി നമ്മുടെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരു വണ്ടിയിൽ കന്നുകാലികളെ അല്ലെങ്കിൽ മാടുകളെ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ അത് തടയാനും അല്ല അതിനെ ചോദ്യം ചെയ്യാനും രാഷ്ട്രീയപരമായും ധാർമ്മികപരമായും ചോദ്യം ചെയ്യാനും പിടിക്കാനും തല്ലാനും ഒക്കെ ഒരുപാട് മഹാന്മാരുള്ള നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ് 1 ലക്ഷം കുട്ടികളെ ഒരു വർഷം കാണാവുന്നത്. അപ്പൊ ഇത് തടയാൻ, ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോക്ക് തടയാൻ, മാഫിയകളുടെ പ്രവർത്തനം തടയാൻ, ഡ്രഗ് മാഫിയയുടെ പ്രവർത്തനം തടയാൻ, സെക്സ് ട്രാഫിക്കിംഗ് തടയാൻ, അവയവകടത്ത് തടയാൻ അതിനുള്ള മാർഗങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ? നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ സോകോൾഡ് ധാർമ്മിക സനാതന സംഘടനകൾക്കൊന്നും ഇതിൽ യാതൊരു പങ്കുമില്ലേ? അവരുടെ റോള് വഹിക്കണ്ടേ? ഇപ്പം ഞാനടക്കം എന്നോട് കൂടിയാ ചോദിക്കുന്നത്, നമ്മൾ അതിനുവേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? ഇത് വലിയൊരു സോഷ്യൽ കോസ് അല്ലേ? നമ്മുടെ പലതിന്റെ പേരിൽ നമ്മൾ അടിയുണ്ടാക്കുന്നു. നമ്മുടെ അത് പൊളിച്ചു, നമ്മുടെ ഇത് പൊളിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ചിഹ്നമായ ഇതിനെ ബീഫിനെ ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ ബീഫിനെ കയറ്റിക്കൊണ്ടുപോകുമ്പോൾ ആ വണ്ടി തടയാനും പൊളിക്കാനൊക്കെ ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ്? വൈ? നമ്മുടെ കുട്ടികൾ ഒരു വർഷം പോകുന്ന 1 ലക്ഷത്തോളം കുട്ടികളാണ്. അതായത് 1 ലക്ഷത്തോളം മാതാപിതാക്കളുടെ സ്വപ്നങ്ങളാണ് പോകുന്നത്. ആ 1 ലക്ഷത്തോളം കുട്ടികളുടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് ചോദ്യം ചെയ്യുന്നത്.